നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജനുവരി മാസം 1-ാം തീയതി നാം ഒന്നിച്ച് കൂടി വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷത്തിനായി സ്തോത്രം ചെയ്യാം. എല്ലാ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകുന്നതാണ്. ദൈവത്തിൻ്റെ ദാനമാണ് ഓരോ ദിവസവും. ഇന്ന് ഈ വർഷത്തിൻ്റെ പ്രാരംഭ ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ വർഷത്തിൻ്റെ പുതുവർഷ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഈ വചനപ്രകാരം ഈ 2026 ഒരു വളരുമാറാക്കുന്ന ഒരു വർധനവിൻ്റെ വർഷമായി ദൈവാത്മാവ് കാണുകയാണ്. പലപ്പോഴും വളർച്ച മുരടിപ്പിച്ച് കളയുന്ന, നമ്മെ വളർത്താതിരിക്കുന്ന പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന് വളരേണ്ടതുപോലെ വളരാൻ കഴിയാത്ത അനുഭവം ഉണ്ടാകാറുണ്ട്. എന്നാൽ 2026 വലിയൊരു വളർച്ചയുടെ വർധനവിന് കാരണമായി തീരുവാൻ ദൈവാത്മാവ് ഇടപെടും. നമുക്കറിയാം, നമ്മുടെ മനുഷ്യൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ വളർച്ച ഒരു പ്രായമാകുമ്പോൾ അത് തീർന്നു പോകും. അത് കഴിഞ്ഞാൽ പിന്നീട് വളർച്ചയില്ല. എന്നാൽ അവൻ്റെ മാനസിക വളർച്ചയ്ക്കും വികാസത്തിനും പരിമിതിയുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ബുദ്ധി വികാസം, ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾ, പല ശരീരഘടകങ്ങളെല്ലാം വളർന്നാണ് വരുന്നത്. എന്നാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയുള്ള വളർച്ചയാണെന്ന്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് വളരുന്നതിനെ നോക്കി, അതിൻ്റെ തൂക്കം, പ്രായമൊക്കെ നോക്കി, ശരീരം വളരുന്നുണ്ടോ, അവയവങ്ങൾക്ക് വളർച്ച വരുന്നുണ്ടോ, അതുപോലെ മാനസികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ, കേൾക്കാൻ പറ്റും, ബുദ്ധിയുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഹെൽത്തി ബേബിയാണെന്ന് പറയും, ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണെന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ അത് മാത്രമല്ല ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ളത്. ആത്മീയമായിട്ടുള്ള ഒരകത്തെ മനുഷ്യനുണ്ട്. അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറമേയുള്ളൊരു മനുഷ്യന് വേണ്ടിയ വളർച്ചയ്ക്ക് ആവശ്യമായതൊക്കെ ദൈവം നമുക്കിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മളാരും കൊണ്ടുവന്നതല്ല. ഭൂമി ജീവിക്കാനുള്ള ഒരു സാമഗ്രികൾ കൊണ്ടല്ല നമ്മളാരും ജനിച്ചത്. ആണോ? നമ്മളിവിടെ ജോലി കൊണ്ടുവന്നില്ല, നമ്മളിവിടെ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ ജനിച്ചു. എന്നാൽ സമയാസമയങ്ങളിൽ ദൈവം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം തന്നാണ് നമ്മെ പോറ്റിപ്പുലർത്തുന്നത്. അത് സകല മനുഷ്യർക്കും ദൈവം കൊടുത്തിരിക്കുന്നതാണ്. ഓക്സിജൻ, അതുപോലെ ആഹാരം, വെള്ളം, ഇതെല്ലാം ലോകത്തിലുള്ള എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും അവർക്കെല്ലാം ദൈവം ഇത് ദാനമായി തന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് തൻ്റെ സ്വന്തം പുത്രനെ ദൈവം തന്നുകൊണ്ട് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനല്ല, വരും ലോകത്തിലേക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ വലിയ ഒരു ഭാവി ലോകത്തിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ അകത്തെ മനുഷ്യനെ പണിതെടുക്കുന്നത്. അതിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം നമ്മളോട് സംസാരിക്കുമ്പോൾ ഒരു ആത്മീയ വളർച്ചയാണ് ദൈവം നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. അതിനെ അടിസ്ഥാനപരമായിട്ട് ഒരുവൻ ആത്മീയമായിട്ട് വളരണമെങ്കിൽ അതിന് ഏകദേശം എങ്ങനെയാണ് വളരുന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവമാണ് വളരുമാറാക്കുന്നത്. അത് എഫെസ്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആരാണ് ദൈവമെന്ന് അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 4-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധ്യയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിലുള്ള വർധനവിന് വേണ്ടിയാണ് ആത്മീയ വർധനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളർച്ച പ്രാപിക്കുന്നത് ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ള വർധനമാണ്. അതാണ് ഇവിടെ അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നത്. ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റു പല വർധനവുണ്ടെങ്കിൽ യേശുവിൻ്റെ സ്നേഹം, ദൈവസ്നേഹം, പിതാവിൻ്റെ സ്നേഹം, ദൈവസ്നേഹത്തിൻ്റെ വർധനവാണ് ദൈവസഭയെക്കുറിച്ച് കരുതിയിരിക്കുന്നത്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ദൈവം വളർത്തിക്കൊണ്ടുവന്ന വ്യക്തികളുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിന് അതതിൻ്റെ സമയങ്ങളിൽ
അത് അവരെ ദൈവം വളർത്തിക്കൊണ്ടുവന്നു. കാരണം ദൈവമാണ് അവരെ വളർത്തിക്കൊണ്ടുവന്നത്. നമുക്കറിയാം മോശ ജനിച്ച സമയത്ത് അവന് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവന്റെ മാതാപിതാക്കൾക്ക് പരിമിതികളുണ്ടായിരുന്നു. അവര് ഒരു പ്രായം വരെ അവനെ കരുതി. എന്നാൽ ബാക്കി വളരാൻ അവനുള്ള അനുകൂല സാഹചര്യം ദൈവം ഒരുക്കി കൊടുത്ത ഒരു പദ്ധതിക്ക് വേണ്ടിയാ. ഇസ്രായേലിന്റെ വിമോചകനായി അവനെ ദൈവം കണ്ടപ്പോൾ അവനെ ദൈവം തന്നെ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ ദാവീദിനെ ദൈവം വളർത്തിക്കൊണ്ടുവന്നു, ശമൂവേലിനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തരെയും ദൈവം അതാത് കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിന്റെ ഉദ്ദേശം ഭൂമിയിൽ നിറവേറപ്പെടുവാൻ വേണ്ടി ദൈവത്താൽ വളർത്തപ്പെടുന്ന അഭിഷിക്തന്മാരുണ്ട്. അത് ദൈവ പ്രവൃത്തിയാ. ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ വചനത്താൽ നാം വളർത്തപ്പെടുന്നത് ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാണ്, ദൈവിക പദ്ധതിക്ക് വേണ്ടിയാണ്. അതേക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ ഗൃഹനിർമ്മാണം, അപ്പോൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണമായിരിക്കുന്ന ആ ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയ ദൈവസഭയെ കണ്ടിരിക്കുന്നത്. അതിലേക്കാണ് നമ്മെ കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് അത് വളരുമാറാക്കുന്നത് ദൈവമാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ് ദൈവത്തിന്റെ സഭ എന്നുള്ളത് എഫെസ്യർ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് ഞാൻ ഇന്ന് രാത്രി പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ആ 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗത്തിൽ പറഞ്ഞ് ഈ വർഷത്തെ ദൂത് അവസാനിപ്പിക്കാൻ. കാരണം നമുക്ക് മറ്റുള്ള പല വളർച്ചകളും നമുക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് സാമ്പത്തികമായിട്ട് വളരണം, നമ്മൾ ഭൗതികമായിട്ട് നന്മ പ്രാപിക്കണം, ആരോഗ്യപരമായിട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ എല്ലാം ആഗ്രഹം അങ്ങനെയാണ്, വളർച്ച പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആരും തളർന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമുക്ക് നൽകും. എന്നാൽ എങ്ങനെയാണ് ഒരുവന് ക്രിസ്തുവിന്റെ ഹിതപ്രകാരം അവന് ആത്മീയ വളർച്ച പ്രാപിപ്പാൻ കഴിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് എഫെസ്യർ ലേഖനത്തിൽ വളരെ സുദീർഘമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കും. അതിന് പ്രാരംഭമായിട്ടുള്ളത് ദൈവത്തിന്റെ വചനമാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, രക്ഷയ്ക്ക് വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്നാണ്. ഇവിടെ ദൈവവചനത്തെ കുടിപ്പാനുള്ള ആഗ്രഹം വേണം. നമുക്കറിയാം, പാല് കുടിക്കാതെ കുഞ്ഞുങ്ങൾ ഇരുന്നാൽ അവർക്ക് വളരാൻ കഴിയത്തില്ല. ഒരു കുഞ്ഞ് ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആദ്യമേ അതിന് മുലപ്പാൽ അല്ലെങ്കിൽ അതിനാവശ്യമായ പോഷകം കിട്ടുന്നത് പാലിലൂടെയാണ്. അത് ലഭിച്ചെങ്കിൽ മാത്രമേ അത് വളരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരീരത്തിന്റെ ഈ ലോകത്തിന്റെ ജീവിതത്തിന് മായമില്ലാത്ത ഒരു പാൽ ആവശ്യമാണെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മീയ ശിശുക്കളായിരിക്കുന്ന, ഇപ്പോൾ ജനിക്കുന്ന ശിശുക്കളെ പോലെ നാം ആയിരിക്കുമ്പോൾ നമുക്കെപ്പോഴും ഈ വർഷം 2026 ദൈവവചന കേൾവിക്ക് വേണ്ടി ദൈവവചനത്തെ ധ്യാനിപ്പാനുള്ള വലിയൊരു വാഞ്ച ഉണ്ടാകണം, ഒരു ആഗ്രഹം ഉണ്ടാകണം. മറ്റു പലതും നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ആത്മീയ വർധനവിന് വേണ്ടി അതെനിക്ക് വളരണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. എന്തിനു വേണ്ടിയാണത്? രക്ഷയ്ക്ക് വളരുവാൻ. അപ്പൊ നമ്മളെ ആത്മാവിൽ നമ്മളെ രക്ഷിച്ച ദൈവം നമ്മുടെ ശരീരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് വരുമ്പോൾ, ആ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നാം വളരണമെങ്കിൽ ദൈവത്തിന്റെ വചനം, അത് കട്ടിയുള്ള ആഹാരം, അത് വായിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി വളരണം. അതാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്ന വചനം നമുക്ക് അത്യാവശ്യമാണ്. ദൈവ വചനം ഇല്ലെങ്കിൽ ആത്മീയമായ മുരടിപ്പുണ്ടാകും. അത് ഈ വർഷം ഉണ്ടാകരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മളെ ദൈവത്തിന് വേണ്ടതുപോലെ വായിക്കുവാനോ ധ്യാനിപ്പാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വർഷം നിശ്ചയമായിട്ടും എനിക്കൊരു ആത്മീയ വളർച്ച ഉണ്ടാകണം, എനിക്ക് ആഗ്രഹമുണ്ടാകണം. ദൈവവചനം വായിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, നമ്മുടെ അകത്തെ മനുഷ്യൻ പുഷ്ടിപ്പെടുവാൻ വേണ്ടി ദൈവവചനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഈ വർഷം ദൈവാത്മാവ് ആഗ്രഹിക്കുക. കഴിഞ്ഞ കാലങ്ങളെ ദൈവം അത് ഓർക്കുന്നില്ല, ഇന്നലകൾ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വചനം, ദൈവവചനം പറഞ്ഞാൽ അത് ക്രിസ്തുവാണ്, ദൈവമാണ്. ദൈവത്തെ അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ വിശ്വാസം എന്നുള്ളത് വചനമാണ്. വചനം കൂടാതെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയത്തില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും
അത്യാവശ്യമായിരിക്കേണ്ട പ്രധാന ആഹാരം ദൈവവചനമാണ്. അത് 66 പുസ്തകങ്ങളിലൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ദിവസങ്ങളിൽ വായിച്ച് മനസ്സിലായി പെട്ടെന്ന് എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. നമ്മൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എന്നാൽ ദൈവാത്മാവ് നമുക്കതിൻ്റെ ഉൾക്കാഴ്ച നൽകി കഴിയുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആ വലിയ ആ വലിയ സമ്പത്ത് ഗ്രഹിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മമായ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു വാഞ്ച ഉണ്ടാകണം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുമെന്നാണ് പറയുന്നത്. അനേക ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ ദിവസങ്ങൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാകണം. ഈ വർഷം നമുക്ക് ഏറ്റവും പ്രാധാന്യമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനം, യേശുവിനെ എനിക്ക് അറിയണം. ഇത് വചനത്തെ അറിയുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. അതാണ് പ്രഥമമായിട്ടുള്ളത്. രണ്ടാമത്തത് നമുക്ക് വേണ്ടിയത് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാതെ പ്രാപിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. എത്രമാത്രം പ്രാർത്ഥിക്കുമോ അത്രമാത്രം നമുക്ക് പ്രാപിച്ചെടുക്കുവാനും കഴിയും. അതേ ഭക്തന്മാർ, മിഷണറിമാർ, ദൈവത്തിന് വേണ്ടി വേല ചെയ്തവരോടൊക്കെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരൊക്കെ ലഭിക്കുന്ന സമയങ്ങൾ, സഞ്ചരിക്കുന്ന യാത്രകൾ, പോകുന്ന രാജ്യങ്ങൾ, ദേശങ്ങൾ, അതൊക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. നാം ഒരു സ്ഥലത്തോ ഒരു രാജ്യത്തോ പോവുകയാണെങ്കിൽ അവിടെ എത്ര പേരുണ്ടെന്നും ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ അവിടെ എത്ര വാർഡുകളുണ്ടെന്നും ഒക്കെ വേണം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ആഴം വർദ്ധിക്കുവാൻ സാധിക്കും. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും. ലോകത്തിലെ ഏത് രാജ്യത്തെക്കുറിച്ചോ ഏത് സ്ഥലത്തെക്കുറിച്ചോ ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഗൂഗിൾ മാപ്പിലൊക്കെ ഒരുപാട് പേര് സെർച്ച് ചെയ്തത് പലതിനു വേണ്ടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ഒരു സ്ഥലത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ആ സ്ഥലത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിച്ചെടുക്കാൻ കഴിയും. ഞാൻ എല്ലാ ദിവസവും രാജ്യത്തെക്കുറിച്ച് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്താണ് അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചാണ് എൻ്റെ ഡാറ്റാസ് നൽകാറുള്ളത്. കാരണം നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സാവകാശങ്ങളെ, സൗകര്യങ്ങളെ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് നമ്മൾ വിശാലത പ്രാപിച്ച് അതിനെ വർദ്ധിപ്പിക്കുവാൻ ഈ വർഷം ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുടെ അതിനെ വർദ്ധിപ്പിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരിയും ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുവാൻ, കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ ഒരുപക്ഷെ ഒരു വാക്കേ ദൈവനാമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മതിയാകും ദൈവത്തോടെ പ്രവർത്തിപ്പാൻ. ഒരു രാജ്യത്ത്, വിദേശത്ത് കടന്നു ചെല്ലുമ്പോൾ കർത്താവേ രാജ്യത്തെ അനുഗ്രഹിക്കണമേ, ഈ രാജ്യം യേശുവിനെ അറിയണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് നിശ്ചയമായിട്ടും ആ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ തരും. ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് ഞാൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. പ്ലെയിൻ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് വളരെ വേഗതയിൽ സഞ്ചരിക്കും. നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങളെ താഴെ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും നാം കടന്നു പോകുന്ന ആ സ്ഥലത്തിന് മീതെ കൂടെ പ്രാർത്ഥിച്ച് പോകാമെങ്കിൽ അത്രയും ദേശത്തെ പ്രാർത്ഥനയുറ്റി സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന മേഖലകളിൽ നാം കടന്നു പോകുമ്പോൾ പ്രാർത്ഥന എന്നുള്ളത് ഒരിക്കലും ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അതല്ല പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് ലഭിക്കുന്ന ഏത് സന്ദർഭത്തിലും ആർക്ക് വേണ്ടിയും നമുക്ക് മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെ രക്ഷിക്കണമേ, അവരെ വിടുവിക്കണമേ, പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നാം ദിവസം നിറയപ്പെടണം. മൂന്നാമത്തേത് പ്രധാനമായിട്ടുള്ള വിഷയം, നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അന്യഭാഷകൾ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യൂദയുടെ ലേഖനത്തിൽ 20-ാം വാക്യത്തിലാണ്. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുവാൻ പറഞ്ഞിരിക്കുന്നു. അത് കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുമ്പോൾ നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നത് 2 കൊരിന്ത്യർ 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ ആത്മീയ വർധന അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് തന്നെ ആത്മീയ വർധനവ് വരുന്നത്. അന്യഭാഷയിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കണം. അന്യഭാഷ ലഭിച്ചിട്ടുള്ളവർ അതിനെ ദിവസങ്ങളിൽ പരിപോഷിപ്പിക്കണം. എപ്പോഴാണ് അന്യഭാഷ സംസാരിക്കേണ്ടത്? ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഏകനായിട്ടിരിക്കുമ്പോൾ, സഞ്ചരിക്കുമ്പോഴൊക്കെ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയാണ് അന്യഭാഷ എന്നുള്ളത്. അത് കൂടി വരുമ്പോൾ നമുക്ക് ദൈവത്തോട് അന്യഭാഷ സംസാരിക്കാം.
നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ മുറിയിൽ നാം ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അന്യഭാഷയിൽ ദിവസത്തിൽ കൂടുതലായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾ എല്ലാവരിലും അധികമായി അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സംസാരിക്കുന്നു, നമ്മുടെ ബുദ്ധി അബലമായിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളായിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ദിവസങ്ങളിൽ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിക്കാൻ കഴിഞ്ഞ എത്ര വലിയ സന്തോഷമായിരിക്കുമല്ലേ. ഒരു പ്രധാനപ്പെട്ട ഒരാളെ കണ്ടു, അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിച്ചാൽ നാം അതെല്ലാം എടുത്തെന്ത് ചെയ്യും? വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യും. ഇന്നയാളുമായിട്ട് സംസാരിച്ചു എന്നുള്ളത് എല്ലാവരെയും കാണാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും, സന്തോഷിക്കും. എന്നാൽ അതിനേക്കാൾ എത്ര ശ്രേഷ്ഠകരമാണ് സർവത്തെ സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനെ, നമ്മുടെ സൃഷ്ടിതാവാം ദൈവത്തോട് സംസാരിക്കുന്നത്. എത്ര വലിയ മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുവാൻ നാം അഭിമാനിക്കണം, ആഗ്രഹിക്കണം, വാഞ്ചിക്കണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതുപോലെ തന്നെ, നാം ആത്മീയ വളർച്ച പ്രാപിക്കണമെങ്കിൽ, നമുക്ക് വളരുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദിവസങ്ങളിൽ പ്രവചനം നമുക്ക് ആവശ്യമാണ്. ദൈവസഭയൊക്കെ പ്രവചനാത്മാവിലുള്ള ദൂതുകൾ ആവശ്യമാണ്. കാരണം ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വചനാത്മാവിൽ വെളിപ്പെടുത്തി ഉള്ള തിരുവെഴുത്തിന്റെ പ്രവചനവും അതുപോലെ വ്യക്തിപരമായിട്ട് കിട്ടുന്ന പ്രവചനമൊക്കെ സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്തുന്നത്. അപ്പോൾ സഭ ഒന്നായി വളരത്തക്കവണ്ണമാണ് ദൈവം തന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കായി പ്രാർത്ഥിച്ച്, വചനം വായിച്ച്, പ്രാർത്ഥിച്ച്, നമ്മൾ അന്യഭാഷയിൽ ആരാധിച്ച്, ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരുമിച്ച് കൂടുമ്പോൾ, അത് സഭയായിട്ട് വെളിപ്പെട്ട് വരുമ്പോൾ അവിടെ പ്രവചനാത്മാവിലുള്ള ദൂതുകൾ അറിയിക്കാൻ ഇടയാത്തരും, ദൈവം മറച്ചു വെച്ചിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുവാൻ ഇടയാത്തരും. ഇപ്പോൾ പ്രവചനം ദൈവസഭയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ആകുന്നു. മറ്റൊരു കാര്യമാണ് കൂട്ടായ്മ. നമുക്ക് കൂട്ടായ്മ അത്യാവശ്യമാണ്. കൂട്ടായ്മ ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഒന്നിലധികം ആൾക്കാർ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ടായിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാം ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കടന്നു വരുന്ന കൂട്ടായ്മ ആത്മീയ വർദ്ധനവിന് കാരണമായി തീരുന്ന കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 2 കാര്യങ്ങളെ എംബസിസ് ചെയ്ത് ഇന്ന് ഈ രാത്രിയിൽ ഈ സന്ദേശം അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യമാണ് സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. എഫെസ്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ആത്മീയവർദ്ധന പ്രാപിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് കാണാത്തൊരു വിഷയം അതാണ്. പലർക്കും വളർച്ച പ്രാപിക്കാൻ കാരണം ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അത് സ്നേഹത്തിലായിരിക്കത്തില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നത് സത്യമാകത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരാൻ കഴിയത്തില്ല. ഇവിടെ എഫെസ്യർക്കെതിരെ 4-ാം അധ്യായം അതിന്റെ 10-15 മുതൽ വാക്യം വായിക്കുന്നത്, ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ് ഒഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പോൾ നമ്മുടെ വളർച്ചയുടെ എവിടം വരെ വളരാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അത് യേശു ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നുള്ളത്. ഇപ്പൊ ശരീരമായിരിക്കുന്ന ദൈവസഭ ക്രിസ്തുവിന്റെ തികഞ്ഞ പ്രായമായിരിക്കുന്ന തലയോളം വളർന്നു പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആലോചനയ്ക്കൊത്തവണ്ണം ദൈവസഭ എത്തിച്ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ വളരണമെങ്കിൽ നാം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവ തലയോളം നാം ദൈവ സ്നേഹത്തിൽ വേണം സംസാരിക്കാനായിട്ട്. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ജോലി സ്ഥലത്തും അതുപോലെ സഭാ സ്ഥലത്തുമൊക്കെ നമ്മൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ചിലര് പ്രസംഗിക്കുമ്പോഴൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് വിളിച്ചു കൂവി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യം സംസാരിക്കണം, അത് സ്നേഹത്തിൽ സംസാരിക്കണം. അത് സംസാരിക്കുമ്പോൾ മറ്റുള്ള കിളർച്ച ഉണ്ടാകാത്ത രീതിയിൽ വേണം അത് സംസാരിക്കുവാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ വളരുവാൻ ഇടയാകട്ടെ. അപ്പോൾ അങ്ങനെ ശരീരം മുഴുവനും ഇവിടെ പറഞ്ഞിരിക്കുന്നത് യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തൊത്തോണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയിലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവരിൽ നിന്ന്
വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ അതിന് പ്രധാനമായിട്ടുള്ള ഒരു പ്രധാന കാരണം കൂടി ഇന്ന് രാത്രി വെളിപ്പെടുത്താം. ഇതൊക്കെ നമുക്കറിയാം. വചനം വായിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും കൂട്ടായ്മ കൂടണമെന്നും നാം സത്യം സംസാരിക്കണമെന്നും ഒക്കെ നമുക്കറിയാമെങ്കിലും പലപ്പോഴും ഇതിന് സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല. ആത്മീയമായ വളർച്ച പ്രാപിപ്പാൻ തടസ്സമായി നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സമാധാനം ഇല്ലാത്തതാണ് എന്നാണ്. അപ്പോൾ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അതിൻ്റെ അർത്ഥം സമാധാനം എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ വളർച്ച പ്രാപിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 31-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായത് നന്നായി. അപ്പോൾ ഈ ശമരിയ മറ്റുള്ള പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ 9-31 വാക്യം, അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്ന് പെരുകിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് അവർ വളർന്നതെന്ന് അറിയാമോ? ഇവര് യെരൂശലേമിൽ ഒരു കുഴപ്പമില്ലാതിരുന്നെങ്കിൽ അവർക്ക് വളർച്ച പ്രാപിപ്പാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ദൈവം അവിടെ അറിഞ്ഞുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനിടയിൽ തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസഭയ്ക്കെതിരെ പ്രശ്നമുണ്ടാകുന്നത്, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുന്നത്, കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉയരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന് ഇടപെടുവാൻ വേണ്ടി, ദൈവത്തോട് ചേരുവാൻ വേണ്ടി, ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കതിനെ നിരവധി ആൾക്കാരുടെ സാക്ഷ്യം അറിയാമല്ലോ. ദൈവമക്കൾക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ, അവർക്ക് അസമാധാനം വന്നപ്പോൾ, അവർക്ക് വിഷയങ്ങൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ അധികമായി ഉപവസിച്ചു, അധികമായി പ്രാർത്ഥിച്ചു. 2025 തിരിഞ്ഞു നോക്കിക്കേ, ചില കുടുംബങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഞങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ, ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഞങ്ങൾക്ക് പ്രതികൂലങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയില്ല. ഇവിടെ യെരൂശലേമിലെ ശിഷ്യന്മാർ അവര് പ്രശ്നങ്ങൾ വന്നപ്പോൾ, നേരിട്ടപ്പോൾ അവിടെ അസമാധാനം ഉണ്ടായി. സഭകൾക്ക് പീഡ വന്നപ്പോൾ, പ്രശ്നമുണ്ടായപ്പോൾ അവര് ദൂരേക്ക് അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കിയുള്ളവർ ചിതറപ്പെട്ടു പോയെങ്കിലും ഈ ചിതറിപ്പോയവരുടെ ആരുടെയും ഹൃദയത്തിൽ നിന്ന് യേശുവെന്ന നാമം നഷ്ടപ്പെട്ടു പോയില്ല. അവർ യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോയ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം അറിയിച്ചു. ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ആരാണോ പ്രശ്നത്തിന് മുമ്പിൽ നിന്നവൻ, അവനെ ദൈവം ചെയ്തു സന്ദർശിപ്പാനിടയാക്കും. അങ്ങനെയാണ് അവിടെ സമാധാനമുണ്ടായത്. അപ്പോൾ ഒരു ശൗലിനെ ദൈവം എഴുന്നേൽപ്പിച്ചെങ്കിൽ, അവിടെ ഒരു പ്രശ്നമുണ്ടായെങ്കിൽ, ദൈവത്തിന്റെ സഭ ആത്മീയ വർധന പ്രാപിക്കണം എന്നും കൂടിയിരിക്കാൻ വേണ്ടിയല്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത്ര വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് എനിക്കിത്ര ഭാരങ്ങൾ, എന്താണ് എനിക്കിത്രമാത്രം കണ്ണുനീരുകൾ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നം മാറാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി കിട്ടാത്തെന്ന് ചോദിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നത്, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചിലത് തരുന്നുണ്ട്. കാരണം നാം ദൈവത്തെ വിട്ടുമാറാതിരിക്കാൻ വേണ്ടിയാ, ദൈവത്തോട് അടുത്തിരിക്കാൻ വേണ്ടിയാ. കഷ്ടതയുള്ളത് കൊണ്ടല്ലേ നാം പ്രാർത്ഥിക്കുന്നത്, വിഷയങ്ങളുള്ളത് കൊണ്ടല്ലേ നാം ഉപവസിക്കുന്നത്, അതുകൊണ്ടല്ലേ നാം ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. ഇന്ന് ഈ രാത്രിയിൽ ഈ 2026 സന്ദേശം കേൾക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ ചില അസമാധാനത്തിന്റെ പ്രവൃത്തികൾ, ചില വിഷയങ്ങൾ ചില കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സഭകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ ആ സമയത്ത് അതിന്മേൽ പ്രവർത്തിച്ച് സമാധാനം നൽകുമെന്ന് 2026 ദൈവാത്മാവിൽ ആലോചന അറിയിക്കുകയാണ്. ചില വിഷയങ്ങൾ ദൈവത്താൽ സംഭവിച്ചതാണ്, അത് ദൈവം തന്നെ തന്നതാ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, അങ്ങനൊരു വിഷയം ഉണ്ടായത് കൊണ്ട്, ഒരുപാട് തകർച്ചയിലൂടെ കടന്നുപോയത് കൊണ്ട്, ഭാരത്തിലൂടെ കടന്നുപോയത് കൊണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിനെ രുചിച്ചറിയുവാൻ ഇടയായി തീർന്നു എന്ന് പറയുന്ന നിരവധി സാക്ഷ്യങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവസഭ പറയുകയാണ്, യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. കാരണം സമാധാനമുണ്ടായത് എങ്ങനെയാ? അപ്പോൾ സമാധാനം ഇല്ലാത്തൊരു
ഒരു അന്തരീക്ഷമുണ്ടായി, സമാധാനമില്ലാത്ത ചില വിഷയങ്ങളുണ്ടായി. അടിസ്ഥാനങ്ങൾ നദി പോലെ ഒഴുകിപ്പോകുന്ന അനുഭവമുണ്ടായി. ആ അവസരങ്ങളിലൊക്കെ നാം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിൽ പരിപൂർണമായും ദൈവത്തിൽ ആശ്രയിച്ചു. അതേ, ചില സ്ഥലം വിട്ടു മാറേണ്ടതായിട്ട് വന്നു, ചില മാറ്റങ്ങൾ സംഭവിച്ചു. എങ്കിലും അവർ സ്ഥലം മാറിയെങ്കിലും അവർ ആരാധിച്ചിരുന്ന ദൈവത്തെ അവർ മാറ്റിക്കളഞ്ഞില്ല. ഇന്ന് ഈ രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ 2026 സന്ദേശമായി ഹൃദയത്തിൽ കോറിയിട്ടുകൊള്ളുക. ദൈവം ഈ ദിവസങ്ങളിൽ സമാധാനം നൽകാൻ പോകുക, ആത്മീയ വർധന പ്രാപിക്കാൻ പോകുന്ന. ഇതെല്ലാം കഴിയുമ്പോൾ പറയും, എനിക്കതുകൊണ്ട് ആത്മീയ വർധനവുണ്ടായി. എൻ്റെ ദൈവത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ, അവൻ എന്നെ സ്നേഹിക്കുന്ന ആഴമേറിയ സ്നേഹം മനസ്സിലാക്കുവാൻ എനിക്ക് സാധ്യമായി എന്ന് പറയുന്ന സാക്ഷ്യമാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യം. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളെ ഈ 2026 ദൈവം ഉളവാക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ണുനീരുകൾ, തകർച്ചകൾ, ഭാരങ്ങൾ ദിവസങ്ങളിൽ എഴുതിയിട്ടുകൊള്ളുക. ദൈവാത്മാവ് അതിനെ പ്രവർത്തിക്കാൻ പോകുക. യെരൂശലേമിലെ സഭയിൽ പ്രശ്നങ്ങളുണ്ടായി, ബുദ്ധിമുട്ടായി. അവിടെ യെരൂശലേമിലും യഹൂദയിലും ഗലീലയിലും ശമരിയിലുമെല്ലാം വിശ്വാസികൾക്ക് നിൽക്കാൻ കഴിയാത്ത വർണ്ണം അവിടെ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓരോ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചപ്പോഴും അവരുടെ ഉള്ളിൽ ദൈവസമാധാനത്തിന്റെ ശക്തി വ്യാപരിച്ചിരുന്നു. അത് മുഖാന്തരമായി ആരെയെല്ലാം സന്ദർശിക്കണമോ, എവിടെയെല്ലാം പ്രവർത്തിക്കണമോ, ഏതെല്ലാം വിധത്തിലാണോ സമാധാനം ഉണ്ടാക്കേണ്ടത്, ആ രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചിലത് ചെയ്തെടുക്കാൻ പോകുക. എല്ലാ കണ്ണുകളും ദൈവസ്ഥലാടയപ്പെട്ടാട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുക. ചില ഭാരമേറിയ വിഷയങ്ങളിലൂടെ കടന്നുപോയ ജീവിതമേ, ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ വ്യക്തിയെ, കുടുംബമേ, സഭയെ, ഇന്ന് ഈ രാത്രി നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ദൈവമക്കൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മെ തളർത്തിക്കളയാനല്ല. ശത്രു അത് വിചാരിക്കും, ഇവനെ ഇല്ലാതാക്കാമെന്ന്, നശിപ്പിച്ചു കളയാമെന്ന്, തളർത്തിക്കളയാമെന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നമ്മെ വളരുമാറാക്കുന്നത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ തലമുറയെ വളരുമാറാക്കുന്നത് നമ്മുടെ ദൈവമാണ്. എല്ലാവരും ഒരുമിച്ച് ഹൃദയത്തിൽ പറഞ്ഞാട്ട്, ഞങ്ങളെ വളരുമാറാക്കുന്നവനാണ് ഞങ്ങളുടെ ദൈവം. ശത്രു നീ എത്ര ഞങ്ങളെ തളർത്താൻ ശ്രമിച്ചാലും, ഞങ്ങളെ ചിതറിക്കാൻ ശ്രമിച്ചാലും, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും, നശിപ്പിക്കുവാൻ ശ്രമിച്ചാലും, മുടിക്കുവാൻ ശ്രമിച്ചാലും ഒരിക്കലും സാധിക്കത്തില്ല. ഇതിൽ ഞങ്ങൾ അടങ്ങിയിരിക്കുന്ന ശക്തി യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ രക്തത്തിന്റെ ജീവന്റെ ശക്തി ആയതുകൊണ്ട് ഈ 2026 നമുക്ക് ഒരുമിച്ച് പറയാം, ദൈവം നമ്മളെ വളർത്തുക തന്നെ ചെയ്യും. അവനാണ് നമ്മെ വളർത്തുന്നവൻ. അതെ, ഈ ദിവസങ്ങളിൽ വളർച്ച പ്രാപിക്കുവാൻ, എല്ലാ മേഖലകളിലും സമാധാനത്തിന്റെ ശക്തി വ്യാപരിപ്പാൻ ദൈവാത്മാവ് ഇടയാക്കി ആത്മീയമായി മുന്നേറുവാൻ ദൈവം ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യാം. കണ്ണുനീർ ഉണ്ടായത്, പ്രശ്നങ്ങൾ ഉണ്ടായത്, ബുദ്ധിമുട്ടുണ്ടായത്, എൻ്റെ ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ഞാൻ കഷ്ടതയിലായത് നിന്റെ വചനങ്ങളെ, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ എനിക്കത് ഗുണകരമായി എന്ന് പറയുന്നത് പോലെ ദിവസങ്ങളിൽ കഷ്ടത വരുന്നത് അവന്റെ ചട്ടങ്ങളെ, വചനങ്ങളെ പഠിക്കാൻ വേണ്ടിയാ. ദിവസങ്ങളിൽ 2025 ഞാനും നിങ്ങളും അനുഭവിച്ച ചില കഷ്ടങ്ങളും വേദനകളും കണ്ണുനീരുകളും ഇല്ലായ്മകളും, പലരുടെ മുമ്പിൽ നിന്ദിക്കപ്പെട്ടതും അവമാനിക്കപ്പെട്ടതും ഭാരപ്പെട്ടതും ഈ ദിവസങ്ങളിൽ ദൈവം നീതിയായി കണക്കിട്ട് ദൈവസമാധാനം വരുത്താൻ പോകുക. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി 2024 ഉണ്ടാകുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് ആത്മീയമായി വർധന പ്രാപിപ്പാൻ, നമ്മളെ വളരുമാറാക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ, ആരാധനയിൽ മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി പ്രേരണയിലുള്ള ഓരോ വ്യക്തികളെയും, ബൈബിൾ സ്റ്റഡിയിലുള്ള ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന ദൂത് കൈമാറിക്കൊണ്ട് വളരുമാറാക്കുന്ന ദൈവം 2026 നമുക്ക് വേണ്ടി വളർച്ചയുടെ വർഷമാക്കി വെച്ചിരിക്കുക. കരമുയർത്തി സ്തോത്രം ചെയ്ത്, കഴിഞ്ഞ ദിവസത്തിൽ കരഞ്ഞത്, തകർന്നത്, ഇല്ലാതായി പോകുമെന്ന് വിചാരിച്ച വിഷയങ്ങളൊക്കെ ദൈവം അത്ഭുതകരമായ പ്രവൃത്തി ദിവസത്തിൽ ചെയ്തെടുക്കാൻ പോകുന്നതിനായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങനെ അവിടെ സമാധാനമുണ്ടായി, അത് ആത്മീയ വർധനവ് പ്രാപിച്ച് മുന്നേറിയതുപോലെ ദിവസങ്ങളിൽ ദൈവസഭ ശക്തിയോടെ മുന്നേറും. ദൈവമക്കൾ ശക്തിയോടെ വളർച്ച പ്രാപിച്ച് മുന്നേറുമെന്നുള്ള എല്ലാ മേഖലകളിലും ആത്മീയ അനുഗ്രഹത്തിന്റെ വർധനമുണ്ടാകുവാൻ ദൈവാത്മാവ് ഇടപെടുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവരതിന്റെ പ്രവൃത്തികളെ ചെയ്തെടുത്തിരിക്കുക, കാര്യങ്ങളെ നമുക്ക് വേണ്ടി
സമീപിച്ചിരിക്കുക. അവന്റെ പ്രവൃത്തി മുഖാന്തരമായി നമുക്ക് സമാധാനം ഉണ്ടാകുവാൻ പോകുന്നതിനായി അത് മുഖാന്തരമായി ഒരു വലിയ സാക്ഷിയുടെ സമൂഹം എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി 2026 സ്തോത്രം ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ ഈ ദിവസങ്ങൾ വളരുമാറാക്കട്ടെ. തളർത്തുവാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെ, സകല പോരുകളെ നാഥന്റെ നാമത്തിൽ ശാസിച്ച് അതിന്മേൽ ജയമെടുക്കുകയാണ്. നീ എത്ര പരിശ്രമിച്ചാലും ഞങ്ങളെ തളർത്താൻ നിനക്ക് കഴിയത്തില്ല. ഞങ്ങൾ അനുദിനം വളർച്ച പ്രാപിക്കും. നീ എത്രമാത്രം ഞെരുക്കുന്നുവോ ഞങ്ങൾ അത്രമാത്രം വിശാലത പ്രാപിക്കും. അത്രമാത്രം ഞാൻ കണ്ണുനീരൊഴുക്കും. ദൈവസന്നിധിയിൽ കരയുന്ന ജീവിതമേ, പ്രാർത്ഥിക്കുന്ന ജീവിതമേ, ഉപവസിക്കുന്ന ജീവിതമേ, നിന്നെ പരാജയപ്പെടുത്തുവാൻ, നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ദിവസങ്ങളിൽ ദൈവമക്കളെ ഞെരുക്കുമ്പോൾ അവർ വിശാലതയിലേക്ക് കടന്നു വരും. ദൈവമക്കൾ കരയുമ്പോൾ ദൈവയുടെ കരച്ചിലിനെ സന്തോഷമാക്കി മാറ്റും. ദിവസങ്ങളിൽ ബലഹീനമായി തീരുമ്പോൾ ദൈവശക്തി പകരും. ദൈവാത്മാവ് നമ്മെ പ്രവൃത്തിയിലേക്ക്, വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനായി പരിശുദ്ധാത്മാവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലും വാഴുമാറാകട്ടെന്നുള്ള ദൂത കൈമാറിക്കൊണ്ട് 2026 സകല നന്മകളും ആശംസിക്കുന്നു. അന്യോന്യമോർത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.